നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതെന്തോന്ന് 000 രൂപയുടെ ചെക്കോ? അതെ, ഏറ്റവും ഇടതുവശത്ത് ഒരു 9 എഴുതാൻ വിട്ടുപോയതാ. നീയോ? നീ എങ്ങനെ എവിടെ വന്നേ? വെറുതെ കാഴ്ച കാണാൻ. നിങ്ങൾ അമ്മയും മോളും ഭൂലോക പ്രോഡുകളാണെന്ന് അറിയാമായിരുന്നു. പക്ഷേ സ്വന്തം കുടുംബത്തെ തന്നെ കുളം തോണ്ടുന്ന തരത്തില് ഇത്രയും അധപതിച്ച കാര്യം ഇപ്പോഴാണ് മനസ്സിലായത്. ആ, നമ്മളായിരുന്നല്ലേ ശ്രീലക്ഷ്മിക്ക് വരുന്ന അജ്ഞാത ഫോൺ കോളിലെ പുരുഷ സാന്നിധ്യം. കൊള്ളാം. ജയിൽ ഉദ്യോഗസ്ഥന് തന്നെ ജയിൽ ശാപ്പാടടിക്കാൻ സമയമായി എന്നർത്ഥം. നിർത്തടി നിന്റെ മൈതാന പ്രസംഗം. നീ എന്താ കരുതിയിരിക്കുന്നേ? വലിയ എന്തോ സംഭവം കണ്ടുപിടിച്ചെന്നോ? ദേ നോക്ക്, ഇതിന് പിന്നെ ഞങ്ങളാണെന്ന് ആരെങ്കിലും അറിഞ്ഞ നിന്നെ പറഞ്ഞു വിട്ട ശ്രീലക്ഷ്മി തന്നെയായിരിക്കും അനുഭവിക്കുന്നത്. ഇപ്പോഴേ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. കുറെ നാളായി നിന്റെ ഈ ഓവർ സ്മാർട്ട് കളി തുടങ്ങിയിട്ട്. അതൊക്കെ നീ തന്നെ നിന്റെ കയ്യിൽ വെച്ചിരുന്നാ മതി. എനിക്കറിയാം നിന്റെ ഫ്രസ്ട്രേഷൻ എന്താണെന്ന്. അത് തീർക്കേണ്ടതേ ഞങ്ങളോടല്ല, നിനക്ക് പകരമായി കയറി വന്ന ആ ശ്രീലക്ഷ്മിയോടാ. ഇവളോടൊന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല മോളെ. അല്ലെങ്കിൽ തന്നെ എന്തിനാ സംസാരം? നമ്മളെ പറഞ്ഞു പറ്റിച്ച അവളില്ലേ, ആ വേഷം കെട്ടുകാരി കൺമണി. അവളെ വേണം നമ്മൾ ആരാണെന്ന് എന്താണെന്നും അറിയിക്കാൻ. വർമ്മൻ വില്ലയിൽ നിന്ന് ഇന്ന് തന്നെ അവളെ അടിച്ചു പുറത്താക്കുന്നത് കാണാൻ നീയും ഉണ്ടാവണം അവിടെ. വേണമെങ്കിൽ ആ മൊട്ടത്തലേനെയും കൂടി വിളിച്ചോ. അതിനുള്ള പണി ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. ആ മൊട്ടത്തലയൻ ഇവിടെ തന്നെ ഉണ്ടേ. ഈ വീഡിയോ നിങ്ങൾ ആർക്കും ഷെയർ ചെയ്യരുത്. That sounds good. ഞങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യില്ല. പകരം നിങ്ങളും ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പാടില്ല. ഏതാണെന്ന് ഞാൻ പറയണ്ടല്ലോ. എന്താ, ഡീൽ ഉറപ്പിക്കാമോ നമുക്ക്? അതൊന്നും പറ്റില്ല. ഞങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ട് എത്ര കാശ് കൊടുത്തിട്ടാണെന്നോ ആ രാഗസൂത പോലും അറിയാതെ ഈ വീഡിയോ സംഘടിപ്പിച്ചത്. അത് ഞങ്ങൾ ഷെയർ ചെയ്യും. അല്ലെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെട്ട 1 കോടി തരണം. തന്നേ പറ്റൂ. ഞാൻ തന്നാലോ? 1 കോടി രൂപയല്ല, 1 കോടി മുണ്ടും 1 ചുവന്ന പട്ടും നിങ്ങളെ പുതപ്പിച്ച് കിടത്താൻ. അയ്യോ
രേഖ മാഡം, ഇത് ലൈസൻസുള്ള തോക്ക. എനിക്കോ എന്റെ വീട്ടുകാർക്കോ നിങ്ങളുടെ ഇടപാടിന്റെ പേരിൽ എന്തെങ്കിലും പരുക്ക് പറ്റിയാൽ ഇത് പൊട്ടും. ഒന്നുകിൽ നിങ്ങൾക്ക് നേരെ, അല്ലെങ്കിൽ എന്റെ സ്വന്തം തലയ്ക്ക് നേരെ. നിങ്ങളായിട്ട് അതിന് ഇടവരുത്തരുത്. ആഹാ, ബലേബേഷ്. ഇതിനെയാണ് പണ്ടുള്ളവർ പാളയത്തിൽ പട എന്ന് പറയുന്നത്. അതെ, നിങ്ങളുടെ കൂട്ടത്തിൽ തലയ്ക്കകത്ത് അല്പം ആള് താമസമുള്ളത് രേഖാ മേഡത്തിനാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് മാഡം തന്നെ ഒരു തീരുമാനം പറ. ഞങ്ങളിത് എന്ത് ചെയ്യണം? ഞങ്ങൾ കോംപ്രമൈസിന് തയ്യാറാ. 2 വീഡിയോയും നമുക്ക് മരവിപ്പിക്കാം. പ്ലീസ് ഡോണ്ട് ഗോ ടു പോലീസ്. സമ്മതം. പക്ഷേ ഈ കോംപ്രമൈസിന് ഒരു കണ്ടീഷൻ കൂടി എനിക്ക് മുന്നോട്ട് വെക്കാനുണ്ട്. അതും കൂടി രേഖാ മേഡം സമ്മതിച്ചാലേ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറൂ. എന്ത് കണ്ടീഷൻ? മാഡത്തിന്റെ ഈ അമ്മയുടെ വരവിന് ശേഷമാണ് മാഡത്തിന്റെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറിയതെന്നാ ശ്രീലക്ഷ്മി ഞങ്ങളോട് പറഞ്ഞത്. അതിനി അങ്ങനെ മുന്നോട്ട് പോകാൻ പാടില്ല. രഘുവർമ്മൻ സാറിനെ സ്വന്തം ജീവനെ പോലെ കരുതുന്ന രവിവർമ്മൻ സാറിന്റെ അനിയത്തി കുട്ടിയെ വർമ്മൻ ഫാമിലിക്ക് മടക്കി വേണം. വേണ്ടാത്തത് ഈ രാജലക്ഷ്മിയാ. അതെ, ഈ സ്ത്രീ ഇനി വർമ്മൻ ഫാമിലിയിൽ കാലുകുത്താൻ പാടില്ല. എന്താ, സമ്മതമാണോ രേഖാ മേഡത്തിന്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.